ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണം. അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കണം എന്നാദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധ മക്കയിലേക്ക് പോകാറുണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിക്കാനും ഉംറ കർമ്മം നിർവഹിക്കാനുമാണ് അവർ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യമാക്കി പോകാറുള്ളത്. ഭൗതികമായിട്ടുള്ള സുഖത്തിൽ നിന്ന് മോചനം നേടി അല്ലാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഖ്യമായിട്ടുള്ള സ്ഥാനമാണ് ഹജ്ജിനും ഉംറയ്ക്കുമെല്ലാം ഉള്ളത്. അവിടെ പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യുകയും സഫാ മർവ കുന്നുകൾക്കിടയിൽ വിശ്വാസികൾ സഅയ് നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം മസ്ജിദുൽ ഹറാമിൽ വെച്ചും അറഫയിൽ വെച്ചും ഹജ്ജ് കർമ്മത്തിൻ്റെയും ഉംറ കർമ്മത്തിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിലും വിശ്വാസികളെല്ലാം നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അല്ലാഹുവെ, സത്യത്തെ നീ വിജയിപ്പിക്കണം, സത്യവിശ്വാസികളെ സഹായിക്കണം. നിരവധി പ്രശ്നങ്ങൾ മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ഏറ്റവും സന്തോഷകരമായ ജീവിതം ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നന്മ നൽകുകയും കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകൾ എല്ലാ വിശ്വാസികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്നുള്ള ആലോചന വിശ്വാസികളായിട്ടുള്ള ആളുകൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ സത്യദീനിൽ തന്നെ അല്ലേ എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഹൃദയഭേദകമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോവുകയും അങ്ങനെയുള്ള അനുഭവം നമ്മുടെ മുമ്പിൽ വളരെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ സുപ്രധാനമായ ചില നിബന്ധനകളാണ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ, ഉത്തരം നൽകുവാൻ അല്ലാഹുവിന് ചില രീതിയും ചില സന്ദർഭങ്ങളും സമയവുമൊക്കെയുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മാത്രമേ, ശൈലിയിൽ മാത്രമേ അല്ലാഹു നമ്മളിൽ നിന്നും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും മുസ്ലിംകളുടെയും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് മുസ്ലിംകളായ നമുക്കെല്ലാവർക്കുമുള്ള പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള 100 കൂട്ടം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ത്യാഗപരിശ്രമങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക, അവൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൻ്റെ വീഥികളിൽ, പോരാട്ടത്തിൻ്റെ വഴികളിൽ നാം നടത്തുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം.
പ്രത്യേകിച്ചും വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ആദ്യമായി ഏറ്റുമുട്ടിയ ബദർ യുദ്ധം വളരെ പ്രസിദ്ധമാണ്. 313 സഹാബികൾ മാത്രമാണ് നിസ്സഹാരായിട്ടുള്ള, ആയുധങ്ങളൊന്നുമില്ലാത്ത വളരെ പാവങ്ങളായിട്ടുള്ള വിശ്വാസികളാണ് പ്രവാചകന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. മറുഭാഗത്താകട്ടെ ആയിരക്കണക്കിന് ആളുകളും എല്ലാവിധ ആയുധങ്ങളും സന്നാഹങ്ങളും ഒരുക്കുകയും ചെയ്തവരാണ്. അവിടെ ഭൗതികമായിട്ടുള്ള എല്ലാ കണക്കുകൂട്ടലുകളെയും ഭേദിച്ചുകൊണ്ടാണ്, ഭൗതികമായിട്ടുള്ള കണക്കുകൂട്ടലുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ബദർ യുദ്ധത്തിന്റെ പോരാട്ട രീതിയിൽ മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുള്ളത്. ജീവൻ മരണ പോരാട്ടമാണ് വിശ്വാസികൾ നടത്തിയിട്ടുള്ളത്. കരളൊഴുകുന്ന പ്രാർത്ഥനയാണ് പ്രവാചകനും അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചിരുന്നിട്ടുള്ള സത്യവിശ്വാസികളും നിർവഹിച്ചിട്ടുള്ളത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയും വിശ്വാസികളുടെ നിലപാടുകളും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മലക്കുകളാണ് അവർക്ക് ശക്തിയായി നിലകൊണ്ടിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നു. ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ സഹായം തേടിയ സന്ദർഭം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി പൊട്ടിക്കരച്ചുകൊണ്ട് ദീർഘമായ സമയമാണ് സുജൂദുകളിൽ വീണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅദ്തനി, അല്ലാഹുവേ എന്നോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, ഈ കൊച്ചു സംഘമെങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഭൂമികയിൽ ഫലാ തുഅബ്ബദ് ഫിൽ അർളി അബദാ, നിനക്ക് ആരാധനകൾ അർപ്പിക്കുകയും നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരു സമുദായം പിന്നെ ഈ നാട്ടിൽ അവശേഷിക്കുകയില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രവാചകന്റെ മേൽമുണ്ട് വീണുപോകുന്ന അനുഭവങ്ങളാണ് അവിടെ നാം കാണുന്നത്. മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കഫാക മുനാസലത്തുക റബ്ബുക്, നിങ്ങളുടെ രക്ഷിതാവിനോടുള്ള സഹായത്തേട്ടം നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ? ഫഇന്നഹു സയൻജിസു ലക മാ വഅദക്, അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്റെ വചനങ്ങളാണ് മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. മുകളിൽ ആയത്തിന്റെ സന്ദർഭം അതാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ സഹായം ലഭ്യമാക്കാൻ നാം മുന്നോട്ട് വരേണ്ടത്. സമര പോരാട്ടത്തിന്റെ വേദികളിൽ കഠിനാധ്വാനവും കരളിലുമിയുള്ള പ്രാർത്ഥനകളുമാണ് വിശ്വാസികളെ അല്ലാഹുവിന്റെ സഹായത്തിന് അർഹമാക്കി തീർക്കുന്നത് എന്നുള്ള ബോധ്യം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ശക്തമായി അവരിൽ വളർത്തിക്കൊണ്ടുവരേണ്ട കാലഘട്ടമാണിത്. ഇതേ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ചരിത്രത്തിൽ ബനൂ ഇസ്രായേൽ വിഭാഗത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ജാലൂത്ത് എന്നുള്ള അക്രമിയായ രാജാവിനെ പ്രതിരോധിക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. താലൂത്തിനെ അവർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുക്കുന്നു, നേതാവായി നിശ്ചയിച്ചു കൊടുക്കുന്നു. അവർ പോകുന്ന സന്ദർഭത്തിൽ ചില പരീക്ഷണങ്ങൾ അവർക്ക് നേരിടാനുണ്ടായിരുന്നു. ഒരു നദി മുറിച്ചു കടന്നുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ളത്. ആ നദിയിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ള ഒരു കൽപ്പനയുണ്ടായിരുന്നു. ഒരല്പം വേണമെങ്കിൽ കുടിക്കാം. എല്ലാ മനഃത്തർഫ ഉർഫത്തം ബിയദി, ഒരു കൈക്ക് മുമ്പിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. അതിനപ്പുറം പരീക്ഷണമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് പോലെ തന്നെ എല്ലാവരും മൂക്കറ്റം വെള്ളം കുടിക്കുവാൻ തയ്യാറാവുകയാണ്. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷണത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയാണ്.
സമര പോരാട്ടത്തിലേക്കാണ് അവർ കാലെടുത്തു വെക്കേണ്ടത്. അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. അവരുടെ ധൈര്യം ചോർന്നു പോയപ്പോൾ അവരിലുണ്ടായിരുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വചനങ്ങൾ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പൂർണ്ണമായ ബോധ്യമുള്ളവർ ആ പ്രതിസന്ധി ഘട്ടത്തിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയുകയാണ്, എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ മഹാസഖ്യങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും കരുത്തിൽ ജാലിത്തിന്റെ അക്രമത്തിന്റെ തേർവാഴ്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊന്നൊടുക്കി വിജയം വരിച്ച ചരിത്രമാണ് ഖുർആൻ സൂറ ബഖറയിൽ 2-ാം അധ്യായത്തിൽ ദീർഘമായി സംസാരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനകളുണ്ട്. അവരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, റബ്ബന അഫ്രിഖ് അലൈനാ സബ്റ, അല്ലാഹുവേ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് നീ ക്ഷമ പ്രദാനം ചെയ്യണമേ. വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ കാലടികൾ ഏത് പ്രതിസന്ധികളിലും ഏത് കൊടുങ്കാറ്റിലും നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ലോകം മുഴുവനും സത്യനിഷേധത്തിന്റെയും കാപട്യത്തിന്റെയും കുപ്പായമണിഞ്ഞുകൊണ്ട് ഞങ്ങളെ ശിഥിലമാക്കാനും ഞങ്ങളെ പ്രതിരോധിക്കുവാനും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും നീ പരാജയപ്പെടുത്തുകയും ഞങ്ങളെ നീ നിന്റെ മഹാകാരുണ്യത്തോടുകൂടി ഞങ്ങളെ നീ വിജയിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്റെ സഹായത്തിന്റെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് പോയപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസികൾക്ക് വിജയം വരിക്കാൻ സാധിച്ചു എന്നാണ് ഖുർആൻ വ്യക്തമായി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത്. ലോകാടിസ്ഥാനത്തിൽ ദേശീയ തലങ്ങളിലെല്ലാം അസത്യത്തിന്റെ തേർവാഴ്ചകൾ നമ്മുടെ സമൂഹത്തെ വ്യാപകമായ കുഴപ്പത്തിലകപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ലോകത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അനീതിയുടെ തേർവാഴ്ചകൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രാദേശിക തലങ്ങളിലുമെല്ലാം മുസ്ലിം സമുദായത്തെ വലിഞ്ഞു മുറുക്കുന്ന അപകടകരമായ ദശാസന്ധിയാണ് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്. ഇവിടെ വിശ്വാസ രംഗത്തെ പറ്റി നമ്മൾ ആലോചിക്കണം. മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക് വിശ്വാസ രംഗങ്ങളിൽ പ്രവാചകന്മാരുടെ പാത പിന്തുടരുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? വിശ്വാസ രംഗത്ത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കാര്യങ്ങളിൽ മുങ്ങിക്കുളിച്ച് മുസ്ലിങ്ങളുടെ എല്ലാ വ്യക്തിത്വവും എല്ലാ അസ്തിത്വവും തകർന്നു പോകുന്ന, ശിഥിലമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ സംഘടനകളിലാണ് മുസ്ലിം സമുദായമെന്ന് നാം മനസ്സിലാക്കണം. ആ രംഗത്ത് നമ്മുടേതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുവാൻ ഇസ്ലാമി പ്രസ്ഥാനം 1920-കളിൽ ആരംഭിച്ച നവോത്ഥാനത്തിന്റെ പിന്തലമുറക്കാർ എന്നുള്ള നിലയ്ക്ക് ആ രംഗത്ത് ഉറച്ച കാൽവെപ്പുകളോടുകൂടി മുന്നോട്ട് പോകുവാൻ വിശ്വാസികൾക്ക് സാധ്യമാകണമെന്നാണ് ഈ ചരിത്ര സന്ദർഭങ്ങളിലൂടെ വിശ്വാസികൾക്ക് നാം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അനുഷ്ഠാന രംഗം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. അനുഷ്ഠാന രംഗം നമസ്കാരവും ആരാധനാ കർമ്മങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടും. അനുഷ്ഠാന രംഗങ്ങളിൽ കൃത്യമായിട്ടുള്ള ഈ ശാസ്ത്രം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമസ്കാരത്തിന്റെ കാര്യത്തിലും സകാത്തിന്റെ കാര്യത്തിലും ഹജ്ജ് കർമ്മത്തിന്റെ കാര്യത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളുടെയും ഇടപാടുകളുടെയും കാര്യത്തിലും സത്യത്തിന്റെയും ന്യായത്തിന്റെയും രംഗത്തുറച്ചു നിന്നുകൊണ്ട് എല്ലാ അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളിലും ഞാൻ പെർഫെക്റ്റാണെന്ന് പറയുവാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ പരമാവധി സൂക്ഷ്മത പാലിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുവാൻ സാധ്യമാകുന്ന വിശ്വാസികൾ, അങ്ങനെയുള്ള വിശ്വാസി സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ദൈവരംഗം എങ്ങനെയാണ്? പ്രബോധന രംഗം എങ്ങനെയാണ്? തബ്ലീഗിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് സഹാബികളെ അണിനിരത്തി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അനർത്ഥമാക്കുന്ന വിധത്തിലാണ് ഭൂഖണ്ഡങ്ങളിൽ മുഴുവനും രാജ്യങ്ങളിൽ മുഴുവനും ഇസ്ലാമിന്റെ പ്രബോധനം മഹാന്മാരായ സഹാബികളിലൂടെ ലോകത്ത് വ്യാപകമായി പ്രചരിച്ചിട്ടുള്ളത്. അതിന്റെ പിൻതലമുറക്കാരെന്നുള്ള നിലയ്ക്ക്
നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നതാണ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇവിടെ ദഅ്വാരംഗവും തബ്ലീഗ് രംഗവും ഊർജിതപ്പെടുത്തുവാൻ മുസ്ലിങ്ങളും വിശ്വാസികളും എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രധാനപ്പെട്ട ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇസ്ലാം വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഏത് കോലാഹലങ്ങളിലും നാം മുസ്ലിമാണെങ്കിൽ, വിശ്വാസിയാണെങ്കിൽ, പ്രത്യേകിച്ചും മുജാഹിദ് പ്രവർത്തകരാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ നാം ബന്ധപ്പെടുന്ന, നാം ഇടപെടുന്ന എല്ലാ മേഖലകളിലും, എല്ലാ കുടുംബാന്തരീക്ഷത്തിലും, എല്ലാ അങ്ങാടികളിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണം. ത്യാഗപരിശ്രമങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ അധ്വാനം ഈ രംഗത്ത് ആവശ്യമാണ്. നമ്മുടെ സമ്പത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കണം. ഇങ്ങനെയൊന്നും ചെലവഴിക്കാതെ, ഇങ്ങനെയുള്ള അധ്വാനങ്ങളില്ലാതെ, ത്യാഗപരിശ്രമങ്ങളില്ലാതെ ഒരു മൂലയിൽ കുത്തിയിരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ വിഭാഗത്തിലെ സംഭവ വികാസങ്ങളും ബദർ യുദ്ധത്തിന്റെ സന്ദേശവും വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അതൊന്നുപോലും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താതെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം, പ്രായോഗികമാക്കണം. എന്നിട്ട് കഴിയാത്തത് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. പിന്നെയാണ് പ്രാർത്ഥന. സത്യവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ത്യാഗസന്നദ്ധതയോടുകൂടി ദൈവമാർഗത്തിൽ പരമാവധി ചെലവഴിച്ചുകൊണ്ട് അതുവഴി അല്ലാഹുവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കമാണ് പ്രധാനമായിട്ടുള്ളത്. സുദീർഘമായിരിക്കണം ആ സമ്പർക്കം, ആ ബന്ധം. അഗാധമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹുവുമായി ഒരിക്കലും ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പാടില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളിൽ നമുക്ക് താല്പര്യമുണ്ടാകണം. ഒരിക്കലും അല്ലാഹുവുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയരുത്. ഇപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കുകയാണെങ്കിൽ, തെറ്റുകുറ്റങ്ങളുടെ പാപങ്ങളുടെ മാലിന്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ അല്ലാഹുവുമായിട്ട് എങ്ങനെയാണ് ബന്ധമുണ്ടാവുക? അവിടെ സ്റ്റോപ്പാകും അല്ലാഹുവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ കുറ്റകൃത്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹുവുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കൂ. രണ്ടാമത് അല്ലാഹുവിൻ്റെ കൽപ്പനകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിരന്തരമായ കൽപ്പനകളാണ്. ആ കൽപ്പനകൾ പ്രവാചക വചനങ്ങളിൽ നീണ്ടു നിൽക്കുന്ന അനന്തമായ കൽപ്പനകളാണ്. ജീവിതത്തിന്റെ ഓരോ രംഗത്തും ഉയർത്തിപ്പിടിക്കേണ്ട മാനവികതയും മനുഷ്യ സാഹോദര്യവും വിളംബരം ചെയ്യുന്ന കൽപ്പനകളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിതരമായി നമുക്ക് ഖുർആനെയും പ്രവാചക വചനങ്ങളെയും കാണാൻ സാധിക്കും. ആ പ്രവാചക നിർദ്ദേശങ്ങളെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ്. അതേ രൂപത്തിൽ മറ്റുള്ളവർക്ക് പ്രചോദനമായി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു മുസ്ലിം സൊസൈറ്റി എന്നുള്ള നിലക്ക്, ഒരു മുസ്ലിം കുടുംബം എന്നുള്ള നിലക്ക് നമ്മുടെ കുടുംബത്തിലെ മറ്റെല്ലാവരെയും പ്രചോദകരാക്കി മാറ്റുവാൻ, നമ്മുടെ മഹല്ലിലെ മറ്റെല്ലാവരെയും അവർക്ക് പ്രചോദനം ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഒന്ന്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ്. രണ്ട്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ എല്ലാ വിലക്കുകളും ലംഘിക്കുന്ന അവസ്ഥകൾ സംജാതമാകുന്നു. ഒരു പരിധിയുമില്ലാതെ, ഒരു നിയന്ത്രണവുമില്ലാതെ കുട്ടികളും ചെറുപ്പക്കാരും സമൂഹവും സമുദായവും കുടുംബങ്ങളും മാറിപ്പോകുന്നു. അവിടെ നമ്മൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയാണ്. പ്രവാചകന്റെ വചനമുണ്ട്, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നന്മകളായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രേരണ നൽകണം. നന്മകൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. ആ നന്മകളൊക്കെയും ആൾമാലുസാലിഹാത്തുകളൊക്കെയും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. വലതൻഹവുന്ന അനിൽ മുങ്കർ, എല്ലാ മുങ്കറാത്തുകളിൽ നിന്നും, എല്ലാ ഹറാമുകളിൽ നിന്നും
എല്ലാ നിഷിദ്ധമെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി അതിനെ തടയിടുവാൻ നമുക്ക് സാധിക്കണം. അതിൽ നിന്ന് മാറി നിൽക്കുക മാത്രമല്ല, സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളും ഫസാദുകളും ഇല്ലാതാക്കുവാനുള്ള നിരന്തരമായ സമ്പർക്കങ്ങളും നിരന്തരമായ തന്ത്രങ്ങളും ആവിഷ്കരിക്കുവാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ നിങ്ങളിൽ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. പിന്നീട് നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷേ നിങ്ങളിൽ സച്ചരിതരായ ആളുകളുടെ പ്രാർത്ഥന പോലും പിന്നീട് സ്വീകരിക്കപ്പെടുകയില്ല. തൊബ്രാനി നിവേദനം ചെയ്ത പ്രവാചകന്റെ വചനമാണ്. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ തസ്കിയത്തുണ്ടാകണം, സംസ്കരണം ഉണ്ടാകണം. ആ രൂപത്തിൽ സംസ്കരണത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തെളിയിക്കുവാൻ, മര്യാദയുടെയും അച്ചടക്കത്തിന്റെയും പുതിയ രീതികൾ വളർത്തിയെടുക്കുവാൻ നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും സമൂഹത്തിലും സമുദായത്തിലും നമുക്ക് സാധിക്കണം. മലീമസമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങാടികൾ നോക്കൂ, മലീമസമാണ്. അവിടെ സത്യസന്ധമായിട്ടുള്ള രീതികൾ പലപ്പോഴും ഇല്ലാതെ പോവുകയാണ്. നമ്മുടെ കലാലയ ക്യാമ്പസുകൾ പരിശോധിച്ച് നോക്കൂ, ആൺകുട്ടികളും പെൺകുട്ടികളും എങ്ങനെയൊക്കെയാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അവിടെ ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. കുടുംബരംഗം എടുത്ത് പരിശോധിച്ച് നോക്കൂ, നമ്മുടെ മഹല്ലുകളെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ മഹല്ലുകൾ, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാഷ്ട്രീയ വേദികൾ നോക്കൂ, എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും മാത്രമല്ല, നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അപശബ്ദങ്ങളാണ്. പൊള്ളയായിട്ടുള്ള അപകടകരമായ വർഗീയതയുടെ തിമിരം ബാധിച്ച പ്രവർത്തന രീതികളാണ് നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് പാർട്ടികളായിരുന്നാലും കൊള്ളാം, അവയൊക്കെ തന്നെ വിശ്വാസത്തിന്റെയും ഈമാനിന്റെയും ശരിയായ ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നതാണ്. അവിടെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാകണം. സത്യസന്ധതയും നീതിയും ധാർമ്മികതയും ഇല്ലാതാകുന്നു. മുൻഗാമികളുടെ മാതൃക പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. കേരളക്കരയിൽ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രഗത്ഭരായ കെ എം മൗലവിയെ പോലെയുള്ള, ഈ മൊയ്തു മൗലവിയെ പോലെയുള്ള, സീരി സാഹിബിനെയും എൻ വി അബ്ദുസ്സലാം മൗലവിയെയും പോലെയുള്ള ആളുകൾ മതരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും അവരുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിരുന്നു. ആ മാതൃക നമ്മൾ പിൻപറ്റുകയും അതിശക്തമായി ഇങ്ങനെയുള്ള വെല്ലുവിളികളെ പ്രതിരോധിക്കുവാൻ രംഗത്തി വരികണം ചെയ്യണമെന്നതാണ് കാലിക സംഭവങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവർക്ക് ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളും സ്വാധീനങ്ങളും ലഭിക്കുകയാണെങ്കിൽ അവർ നമസ്കാരം നിലനിർത്തുന്നവരായി മാറും. സക്കാത്ത് നൽകും, നന്മകൾ കൽപ്പിക്കും, തിന്മകൾ വിരോധിക്കും. എല്ലാ പര്യവസാനവും അള്ളാഹുവിന്റെ അടുക്കലാണെന്ന് ഖുർആൻ സൂറ ഹജ്ജിലെ 41-ാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും. വയസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലടികൾ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. നിങ്ങൾ പശ്ചാത്തപിക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹുവുമായിട്ടുള്ള ബന്ധങ്ങൾ അരക്കി തുറപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാവുന്ന രീതിയിലേക്ക് മാറുവാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ നടത്തിയ പ്രാർത്ഥനയാണ്. 3 കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയിലുള്ളത്. 1, നീ അല്ലാഹു അല്ലാതെ ദൈവമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, തൗഹീദിന്റെ അടിസ്ഥാനത്തെ പറ്റി പറയുന്നു പ്രാർത്ഥനയിൽ. 2, നീ മഹാപരിശുദ്ധനാണെന്ന് പറയുന്നു, സുബ്ഹാനക, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. നമസ്കാരം, ആരാധനകൾ, ദിക്റുകൾ, പ്രാർത്ഥനകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം.